എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സാജിദ ഷാജിയുടെ കാര്യങ്ങളാണ്. അവരുടെ ഒരു പുച്ഛ മനോഭാവത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഒരു വോയിസ് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒട്ടുമിക്ക ചാനലുകളിലും നല്ല വൈറലായിട്ട് തന്നെയുണ്ട്. അതെന്ന് വെച്ചാൽ ഈ ഷഫീന ബീബി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറും ഈ ഷാഹിദ സാജി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ സഹോദരിയും തമ്മിലുള്ള ഒരു വോയിസ് കോളാണ് സംഭവം. അപ്പോൾ ആ ഒരു വോയിസ് കോളിൽ പറയുന്ന പല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന സ്ത്രീക്ക് ഷാജിക്ക് എന്തൊക്കെയോ മോശം ക്യാരക്ടറൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതേക്കുറിച്ചൊന്നും വിശദമായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എന്തായാലും ആ ഒരു കേസിൽ നമ്മുടെ ഷാജിദ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ ഒരു വോയിസ് കോളിന് ഉടമയായ റംല എന്ന് പറയുന്ന നാത്തൂൻ്റെ പേരിലും അതുപോലെ ഏതൊക്കെ യൂട്യൂബർമാർ അത് എടുത്തിട്ടിട്ടുണ്ട് അവരുടെ എല്ലാം പേരിലും കംപ്ലൈൻറ്റ് കൊടുക്കും എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഞാൻ ആ ഒരു വോയിസ് കോൾ കേട്ടു എങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇടാത്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ എത്രത്തോളം അത് പറയുന്നത് സത്യമാണ് എന്ന് അറിയാത്തതിൻ്റെ പേരിലും പിന്നെ ഇടാഞ്ഞതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അത്രയും മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടും ആണ് വേണ്ട എന്ന് വിചാരിച്ച് ഞാനത് മാറ്റി വെച്ചത്. കാരണം ഇവർ 5 കുട്ടികളുടെ ഉമ്മയാണ്. അപ്പോൾ ഇവരെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാവുന്ന മാനക്കേട് ഓർത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോ ഇടാഞ്ഞത്. ഇപ്പോൾ ഇവർ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ അവരെക്കുറിച്ച് വീഡിയോ ഇട്ട എല്ലാ ചാനലിനെയും അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. അതിനെതിരെ നല്ല രീതിയിൽ എനിക്ക് റിയാക്ട് ചെയ്യണം. ഈ ഒരു വീഡിയോയുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 വീഡിയോ ആയിട്ടേ ഇടാൻ പറ്റുള്ളൂ. കാരണം ഒറ്റ ഇതായിട്ട് ഇതിടാൻ പറ്റില്ല. ഇവരൊരുപാട് ഈ പറയുന്ന സാജിദ തന്നെ അവരുടെ ചാനലിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു വോയിസ് കോൾ എന്ന് പറയുന്നത് 26 മിനിറ്റോളം ഉള്ളതാണ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ട് വരുമ്പോൾ അത് ഒരുപാട് ലെന്ത് പോവും. അതുകൊണ്ട് ഇത് 2 വീഡിയോ ആയിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ നമുക്ക് ഷാജിദ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് വരാവേ. വാക്കുകൾ പറയാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്റെ നാത്തൂൻ എനിക്കിപ്പോ ദിവ്യഗർഭം ഉണ്ടാക്കി തന്നല്ലോ. 4 മാസം ഷാജിദ എവിടെ ആയിരുന്നു, 4 മാസം ഷാജിദക്ക് ഗർഭിണിയായിട്ട് കളഞ്ഞു എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. എന്റെ നാത്തൂനായ ഇക്കാന്റെ പെങ്ങളായ റംല, അവളുടെ താമസ സ്ഥലം മാത്തൂരാണ്. ഇതിന് ഞാൻ നിയമപരമായിട്ട് നേരിടാൻ പോവാണ്. ഇതില് ആരൊക്കെ എന്തൊക്കെയോ എന്നെ കുറിച്ച് ആരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ ചാനല് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എവിടെ നിന്നാണ് ഗർഭം ഉണ്ടായത്, ഞാൻ 4 മാസം കടന്നത് ഈ പറയുന്ന എന്റെ ഇക്കാന്റെ ആൾക്കാര്, നിങ്ങൾക്ക് ഇതില് വിശ്വാസം ഉണ്ടോന്നറിയില്ല, സിഹിർ ഇങ്ങനെയുള്ള സംഭവങ്ങള് അത് നബിക്ക് പോലും വലിച്ചിട്ടുണ്ടെന്ന്. അങ്ങനത്തെ സംഭവങ്ങള് എന്നെ ചെയ്തു വെച്ചിട്ട് ഈ യൂട്യൂബും ബാക്കിയും കാര്യങ്ങളും കൊണ്ട് നടക്കണോണ്ട് എനിക്ക് പൈസ വരണുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ ഇക്കാന്റെ വീട്ടുകാര് എന്നെ ചെയ്തു വെച്ചിട്ട് ഞാൻ 4 മാസം മിണ്ടാണ്ട് മുക്കില് ഫോണ് പോലും തൊടാണ്ടിരുന്നവളാണ് ഞാന്. അല്ലാണ്ട് 4 മാസം ഞാൻ ഗർഭിണിയായിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയ ഹോസ്പിറ്റല്, ആ ഡോക്ടർ എവിടെ കളഞ്ഞിരിക്കുന്നത്, ആർക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് എനിക്ക് തെളിവ് സഹിതം ഈ പറയുന്ന റംല എനിക്ക് കൊണ്ടുവന്ന് തരണം. എനിക്ക് ഉണ്ടാക്കിയ ഗർഭം ആരാണ്, എന്റെ ഇക്ക മരിച്ചതിന് ശേഷം ഞാൻ ഗർഭിണി ആയിട്ടുണ്ടോ, ഞാൻ എവിടെയാ പോയി കളഞ്ഞിരിക്കുന്നത്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ പറയുന്ന നാത്തൂമാര് തെറ്റാൻ കാരണം എന്താണെന്നും കൂടി ഞാൻ വെളിപ്പെടുത്താം. ഇവരുടെ ഒന്നും പേര് ഞാൻ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വെറും ഏട്ടന്മാരുടെയും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പെങ്ങന്മാരുടെ കാര്യം എല്ലാവരും ഇങ്ങനെ ചോദിക്കണ്ടായിരുന്നു, ഷാജി പെങ്ങൾ എന്താണ് പെങ്ങന്മാരുടെ കഥ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്.
ഈ പറയുന്ന റംല പറയുന്നവള് എന്റെ കല്യാണത്തിനോ എന്നെ പെണ്ണ് കാണാൻ വരുമ്പോഴോ ഒന്നും ഇവള് വന്നിട്ടില്ല. കാരണം ഇവളുടെ വീട്ടില് പ്രശ്നം, ഇവളുടെ ആങ്ങള, ഇവള് ഭയങ്കര ഈഗോ പിടിച്ച സാധനമാണ്. ഇവള് ഭയങ്കര ഈഗോ പറഞ്ഞാൽ അവളുടെ മനസ്സ് വിഷമാണ്. ഇവള് എന്നെ പെണ്ണാണാൻ വരുമ്പോ എന്നെ പെണ്ണാണാൻ വന്നിട്ടില്ല. കാരണം എന്താണ്, ഇവള് ആരെന്നോ നോക്കി വെച്ചിട്ട് ആങ്ങള അവളെ പോയി കെട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ദേഷ്യത്തിൽ ഇവള് എന്നെ പെണ്ണാണാൻ വന്നിട്ടില്ല. എന്റെ എൻഗേജ്മെന്റിന് ഇവള് വന്നിട്ടില്ല. എന്താണ് അതുപോലെ തന്നെ കല്യാണത്തിനൊക്കെ ഇവള് തെറ്റി നിൽക്കായിരുന്നു. എന്റെ ഇക്കാന്റെ അടുത്ത് തെറ്റി നിൽക്കുന്ന സമയമായിരുന്നു. ഇവള് എന്റെ കല്യാണം മുടക്കാൻ വേണ്ടി കുറെ നോക്കിയിട്ടുണ്ട്. അന്ന് തന്നെ ഇവള് എനിക്ക് കുറെ കാമുകന്മാരനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്റെ ഇക്ക എന്നെ കല്യാണം ഉറപ്പിച്ച് എന്നെ ഇഷ്ടപ്പെട്ട് ഉറപ്പിച്ചത് കൊണ്ട് തന്നെ ഇവള് വേറെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് ഷാജിദ അവന്റെ കൂടെ പോയി ഇവന്റെ കൂടെ പോയി പറഞ്ഞിട്ട് പണ്ടേ ഇവളുടെ എന്താ പറയുന്ന ഇക്കാന്റെ ഉപ്പാക്കും ഇക്കാക്കും ഒക്കെ ഇവള് ഈ ഫോണില് രഹസ്യമായിട്ട്, അന്ന് ലാൻഡ് ഫോൺ ആയിരുന്നു, ലാൻഡ് ഫോണിന്ന് രഹസ്യമായിട്ട് ഇവള് വിളിച്ചിട്ട് ഇങ്ങനെ ആരോ എന്ന രീതിയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവള് വിളിച്ച് കോള് കട്ടാക്കിയിട്ട് പോയ ടൈമിൽ എനിക്ക് ഇക്ക വിളിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താണ് ഏതാണെന്നൊക്കെ. ഫസ്റ്റ് എന്നോട് ചൂടായി. ഞാൻ പറഞ്ഞു എന്റെ ഉള്ളിൽ സത്യം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു കാമുകനും ഇല്ല, എനിക്ക് അങ്ങനെ ഒരാളും ഇല്ല, നിങ്ങളിത് തെളിയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ തന്നെ ആ സ്പോട്ടിൽ എന്നെ ഇക്ക ആ നമ്പറിലേക്ക് വിളിച്ചപ്പോ ആ നമ്പർ ഒരു കുട്ടിയാണ് ഫോൺ എടുത്തത്. ഒരു കുട്ടി ഫോൺ എടുത്തിട്ട് ആ കുട്ടീൻ്റെ അടുത്ത് ഇത് എവിടെയാണ് സ്ഥലം, ഇതാരെ വിളിച്ചെന്ന് ചോദിച്ചപ്പോ ഇത് മാത്തൂരാണ് സ്ഥലം, ഇപ്പൊ ഒരു താത്ത വന്ന് വെച്ചിട്ട് പോയതാണ് എന്ന് പറഞ്ഞു. അവൾ അടുത്ത വീട്ടിൽ നിന്നാണ് അവൾ ഫോൺ കോൾ ചെയ്തിരിക്കുന്നത്. ആലോചിക്കണം, ഇവള് എന്നെ നിശ്ചയം കഴിഞ്ഞ മുതൽക്ക് ഇവളെന്നെ എന്താണ് നാത്തൂൻ പോരടിക്കാൻ തുടങ്ങിയതാണ്. എൻ്റെ സാജിദ, താൻ ഇത്ര നേരത്തെ പറഞ്ഞതൊക്കെ പോട്ടെ, ഈ പറഞ്ഞ ഈ ഒരു കുഞ്ഞു സ്റ്റോറി ഉണ്ടല്ലോ, അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. ഉള്ള കാര്യം പറയാലോ, അതെന്തോ എനിക്ക് കേട്ടിട്ട് എനിക്കത് വിശ്വസിക്കാൻ തോന്നുന്നില്ല. അവർ പറഞ്ഞതിന് ബദലായിട്ട് നിങ്ങൾ തിരിച്ചിട്ട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കത്തുള്ളൂ. അതും ഒരു സഹോദരൻ വന്ന് പെണ്ണ് കണ്ടിട്ട് പോകുമ്പോഴത്തേക്ക് ആ പെണ്ണിനെ കണ്ടിട്ട്, അല്ലെങ്കിൽ ആ പെണ്ണുമായിട്ടുള്ള വിവാഹം വേണ്ട എന്ന് വെച്ചിട്ട് കുശുമ്പ് കൊണ്ടോ അസൂയ കൊണ്ടോ എന്തുകൊണ്ടോ ആവട്ടെ, ഒരു പക്ഷേ ഇവർക്ക് സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിലോ എന്തോ ആവട്ടെ, അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ നാത്തും വേറൊരു കല്യാണം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട് സഹോദരൻ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കുൽസിത പ്രവൃത്തികളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞാൽ, അതും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അന്ന് ഇവർ തന്നെ പറയുന്നു ലാൻഡ് ഫോണിൻ്റെ സംഭവമാണെന്ന്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും താങ്കൾ ഈ പറഞ്ഞ കാര്യം ഞാൻ വിശ്വസിക്കില്ല. അത് വിശ്വസിക്കുന്നവർ വന്ന് കമൻ്റ് ഇട്ടോളൂ, ഞങ്ങൾക്ക് വിശ്വാസമായി എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടോളൂ. ഇത് എനിക്ക് കേട്ടെടുത്തോളം എനിക്ക് മനസ്സിലാവുന്നത്, ഇവരുടെ നാത്തൂൻ ഇവരെ കുറിച്ച് പറഞ്ഞതിന് ബദലായിട്ട് ഇവർ പറഞ്ഞ ഒരു മറുപടി, അത്രയേ ഉള്ളൂ. ബാക്കി കേൾക്കാവേ. ഇപ്പൊ ഇവള് റീസെന്റ് ആയിട്ട് ഇവള് തെറ്റാൻ കാരണം ഇവളുടെ മകളാണ്. ഇനി എല്ലാ കഥകളും സോഷ്യൽ മീഡിയയിൽ വന്ന സ്ഥിതിക്ക് എനിക്ക് ഗർഭം വരെ ഇവള് ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇവളുടെ മകള് ഗർഭിണിയായിട്ട് എങ്ങനെ ഇവള് കെട്ടിച്ചെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവളുടെ മൂത്ത മകള് ഷാനു എന്ന് പറയുന്ന പെൺകുട്ടി. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ദയവ് ചെയ്ത് എന്തിനാണ് ഈ കുടുംബ പ്രശ്നങ്ങൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് സ്വയം നാണം കിടാനായിട്ടിരിക്കുന്നത്? എനിക്ക് പലരുടെയും കാര്യത്തിൽ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അവരവരുടെ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളും അവരവരുടെ വീടിനുള്ളിൽ ഒതുങ്ങേണ്ട കാര്യങ്ങൾ, അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നാട്ടുകാർ കേൾക്കെ ഇങ്ങനെ വിളിച്ച് പറയാനായിട്ട് ഉളുപ്പില്ലേ നിങ്ങൾക്കൊക്കെ? എനിക്ക് ഒരാളുടെ കാര്യമല്ല, എല്ലാവരുടെ കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഉളുപ്പില്ലേ? ഇത്തിരിയെങ്കിലും ഉളുപ്പില്ലേ നിങ്ങൾക്ക്? ഈ എന്തിനാണ് നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് വലിച്ചിഴക്കുന്നത്? എന്താ അതിൻ്റെ ആവശ്യം? നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരാണ്. ഒരു പ്രശ്നമില്ലാത്ത ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയവരുടെ വീട്ടിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണും, ചെറിയവരുടെ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണും. പക്ഷേ ആ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും സമൂഹത്തിൻ്റെ മുന്നിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഉയർത്തിക്കാട്ടുന്നത്. അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ ഈ റംല എന്ന് പറയുന്ന സ്ത്രീക്കായാലും അഥവാ മറ്റേതെങ്കിലും ഒരു സ്ത്രീക്കായാലും പുരുഷനായാലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരവർക്ക് നേരിട്ട് ഫോൺ വിളിച്ചിട്ട് പറയാം, നേരിട്ട് കണ്ട് പറയാം. ഈ പറയുന്ന വ്യക്തികളുടെ സഹോദരങ്ങളെയോ കുടുംബക്കാരെയോ ബന്ധുക്കളോടൊക്കെ പറയാം. എന്തെങ്കിലും പറഞ്ഞ് ഒത്തുതീർപ്പാവാനോ സംസാരിക്കുകയോ
വേണമെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ മധ്യസ്ഥതയിൽ വെച്ചിട്ടാവാം. ഇത് വെറുതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി എറിയുമ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കണം, ഇപ്പോൾ സാജിദ വാരി എറിഞ്ഞാലും മറ്റേ റംല എന്ന് പറയുന്ന സ്ത്രീ വാരി എറിഞ്ഞാലും ആര് വാരി എറിഞ്ഞാലും അവരവരുടെ മുഖത്ത് തന്നെയാണ് അത് തെറിക്കുന്നത്. കേട്ടിട്ടില്ലേ? ആട്ടിയത് തന്നെ ആട്ടുമ്പോൾ അത് മുഖത്ത് തെറിക്കും. അത് ഒരു പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലാണ്. നമ്മൾ ആട്ടുകല്ലിൽ വെച്ച് ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആട്ടിക്കൊണ്ടിരിക്കുകയെങ്കിൽ അത് മുഖത്ത് തെറിക്കുക തന്നെ ചെയ്യും. അതുപോലെയാണ് ഈ കാര്യവും. അവരവരുടെ വീട്ടിനുള്ളിൽ ഒതുക്കാനുള്ള ഒരു വിഷയം എടുത്തിട്ട് സമൂഹത്തിൽ കൊണ്ടുവന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയേണ്ട കാര്യമില്ല. ഇപ്പം ഈ പറഞ്ഞത് റംല എന്ന് പറയുന്ന സ്ത്രീ വന്ന് പറഞ്ഞത് മറ്റൊരു യൂട്യൂബർ ഷഫീന ബീബി എന്ന് പറയുന്ന യൂട്യൂബറും ഈ പറയുന്ന റംല എന്ന് പറയുന്ന ആ സ്ത്രീയും തമ്മിലാണ് ഈ ഒരു സംഭവം സംസാരിച്ചിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഷാജിദ ബീബി, ഇവർക്ക് ബീബി എന്നൊന്നും പേരില്ല, ഇവർക്ക് സാജിദ എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഷഫീന ബീബിയെ ചെന്ന് ചൊറിഞ്ഞു. അവർ നന്നായിട്ട് മാന്തിക്കീറി. അതാണ് എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത് കേട്ടോ. അതിലെത്രത്തോളം ചിലപ്പോൾ എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ആ ഒരു വിഷയം അങ്ങനെയാണ് തോന്നിയത്. എന്ത് തന്നെയാണെങ്കിലും ഇതിൽ എന്നെ എത്ര തെറി വിളിച്ചാലും ഇനി ഷഫീന ബീബി എന്ന് പറയുന്ന സഹോദരി വന്നിട്ട് എന്നെ തെറി വിളിച്ചാലും ശരി തന്നെ, എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, താങ്കൾ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഈ ഷാഹിദയുടെ എന്തെങ്കിലും തെറ്റിദ്ധാരണ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഫോണിലായാലും അല്ലാതെ ആയാലും നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെടുത്ത് ഇവർക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ നിങ്ങൾക്ക് അതിന് റിയാക്ട് ചെയ്യാം. നിങ്ങളുടെ ചാനൽ വഴി വേണേലും റിയാക്ട് ചെയ്യാവുന്ന കാര്യമാണ്. മാന്യമായ സഭ്യമായ ഭാഷയിൽ റിയാക്ട് ചെയ്യാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ അതായത് ഈ റംല എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് സംസാരിച്ചിട്ട് ഇവരെക്കുറിച്ച് പറഞ്ഞ വിഷയങ്ങൾ അതുപോലെ നിങ്ങളുടെ വീഡിയോയിൽ ചാനലിൽ അപ്ലോഡ് ചെയ്തോ എങ്ങനെയോ എന്ന് എനിക്കറിയില്ല. ആ ഒരു വോയിസ് കോള് എങ്ങനെ ആയാലും അത് പോയി, അത് കൈവിട്ട് പോയി. ആ ഒരു വോയിസ് കോളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും കിടന്ന് കളിക്കുന്നത്. അതെന്തായാലും വളരെ മോശമായി പോയി എന്ന് മാത്രമേ എന്നെ തെറി വിളിച്ചാലും ശരി തന്നെ അത് വളരെ മോശമായി പോയി എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊരു 5 കുട്ടികളുടെ ഉമ്മയാണ്. ഇതിൻ്റെ ഇടയിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. പിന്നെ അതൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവരും തമ്മിലും ഉണ്ടാവും. അതിന് ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല. കാരണം ഈ പറയുന്ന സാജിദയെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ അഹങ്കാരം ശരിക്കും പറയുകയാണെങ്കിൽ അഹങ്കാരം തന്നെയാണ്. നമ്മൾ യൂട്യൂബർമാരെയൊക്കെ പുച്ഛം, അവർ കുറേ എന്തൊക്കെയോ വാരിക്കൂട്ടി അവർ സെലിബ്രിറ്റി ആയി മാറി എന്നൊക്കെയുള്ള ഒരു അഹങ്കാരമൊക്കെ ഇവർക്കുണ്ട്. അത് ഞാൻ തുറന്നു തന്നെ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനെതിരെയാണ് നമ്മൾ റിയാക്ട് ചെയ്തത്. അപ്പോൾ അവർ യൂട്യൂബേഴ്സിനെ മൊത്തത്തിൽ അങ്ങ് ഉണ്ണാക്കന്മാരായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ പക്ഷേ അതിന് ബദലായിട്ട് അവരുടെ ഫാമിലിയെ കയറി ചോദിച്ച് പറഞ്ഞ് ഇവരെന്താണ് അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ സത്യമാവാം, കള്ളമാവാം, പലതുമാവാം. അത് പിന്നെ ഏതെങ്കിലും തരത്തിൽ ഷഫീന ബീബി എന്ന് പറയുന്ന അവർ സംസാരിച്ച വീഡിയോ, ഇവരുടെ റംലയുമായിട്ട് സംസാരിച്ച വീഡിയോ ഏതെങ്കിലും തരത്തിൽ വീഡിയോ അല്ല ഓഡിയോ ഏതെങ്കിലും തരത്തിൽ ലീക്കായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഷഫീന ബീബി തന്നെയാണ്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് തെറ്റാണത്. അത്തരത്തിൽ ചെയ്യുന്നത് ശരിയല്ല എന്നേ ഞാൻ പറയുള്ളൂ. ഇനി ഷഫീന എന്നെ തെറി വിളിച്ചാലും ശരി തന്നെ. പിന്നീട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈ പറയുന്ന സാജിദ ചെയ്ത വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എന്താണെന്ന് വെച്ചാൽ, മോശമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയാൻ കാരണം, എന്ത് തന്നെ ആവട്ടെ, നിങ്ങളുടെ നാത്തൂൻ നിങ്ങളെ പറ്റി അപവാദം പറഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പ്രൂവ് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? അവരുടെ വിവാഹം കഴിച്ചയച്ച മകളെ കുറിച്ചിട്ട് അപവാദം പറയുകയല്ലേ ചെയ്തത്. അതും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്. മനസ്സിലാക്കിയെടുത്തോളം അതൊരു ചെറിയ പെണ്ണാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. നിങ്ങളും അവരും തമ്മിൽ എന്താ വ്യത്യാസം ഇപ്പോഴുള്ളത്? ആ ചെയ്തത് ഒട്ടും ശരിയല്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ റംല നിങ്ങളെക്കുറിച്ച് അപവാദമാണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്കെതിരെ ഈ ഒരു ഓഡിയോയും വെച്ചിട്ട് നിങ്ങൾക്ക് നിയമ നടപടി എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളെ അപകീർത്തിപ്പെടുത്തി എന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അങ്ങനെ അത്തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും.
ഇതിപ്പോൾ നിങ്ങൾ അവരുടെ മകളെക്കുറിച്ച് പറഞ്ഞത് അതിനേക്കാളും മോശമായിട്ടുള്ള കാര്യമല്ലേ നിങ്ങൾ അവരുടെ മകളെക്കുറിച്ച് പറഞ്ഞത്? അപ്പോൾ പിന്നെ നിങ്ങളും അവരും തമ്മിൽ എന്താ ഇത്ര വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. രണ്ടെണ്ണവും കഴുതകളാണെന്നേ ഞാൻ പറയുള്ളൂ. എൻ്റെ പേരിൽ കേസ് കൊടുത്താലും ശരി തന്നെ. പിന്നെ എന്ത് വിട്ടിട്ടാണ് നിങ്ങൾ ഈ കാണിച്ചത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് അവരെ ചോദിക്കാമായിരുന്നു. നിങ്ങൾക്ക് ഫോണിൽ ഡയറക്റ്റ് വിളിച്ച് അവരുമായിട്ട് സംസാരിക്കാമായിരുന്നു. അതല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി അപവാദം പറഞ്ഞ റംലയ്ക്കെതിരെ നിങ്ങൾക്ക് നിയമപ്രകാരം മുന്നോട്ട് പോകാമായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷനിൽ, വനിതാ സെല്ലിൽ, എവിടെ വേണേലും നിങ്ങൾക്ക് കേസ് കൊടുക്കാമായിരുന്നു. നിങ്ങളെ അപകീർത്തിപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങളെക്കുറിച്ച് അനാവശ്യ വോയിസ് കോൾ കൊടുത്ത് അപകീർത്തിപ്പെടുത്തി എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് നിയമപ്രകാരം മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ നിങ്ങളിവിടെ ചെയ്തത് അതിനേക്കാളും വലിയ തെറ്റാണ്. കാരണം വിവാഹം കഴിഞ്ഞ അവരുടെ മകളെക്കുറിച്ചിട്ട് നിങ്ങൾ അപവാദം പറഞ്ഞു. പക്ഷേ അത് റംലയോട് ചെയ്ത ആ ഒരു ഇതാണെങ്കിലും അവരോടുള്ള ബദലായിട്ട് നിങ്ങൾ തീർത്തതാണെങ്കിലും, പക്ഷേ നിങ്ങളുടെ പേരിൽ കേസെടുക്കാനുള്ള സകലമാന തെളിവുകൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഷാഹിദ. ഈ കേസ് നിയമമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രം കുത്തകയല്ല. ഈ പറയുന്ന പെൺകുട്ടി, ഞാൻ ആ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല, വിവാഹിതയായ ആ പെൺകുട്ടി വേണമെങ്കിൽ നിങ്ങളുടെ പേർക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാലും ആ കേസും ഇറുവുന്നതാണ് ഷാഹിദ. നിങ്ങൾ ചെയ്തത് വളരെ തെറ്റാണ്. കാരണം ഈ പറയുന്ന റംല പറഞ്ഞ അല്ലെങ്കിൽ റംലയുടെ നാവിൽ വന്ന പിഴയ്ക്ക്, അഹങ്കാരത്തിന് ഫലം അവരുടെ മകളല്ല അനുഭവിക്കേണ്ടത്. അവരുടെ മകളെ വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി വന്നിട്ട് നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ നിങ്ങളും അകത്ത് പോവും. അതിലൊരു തർക്കവും ഇല്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. ഷാഹിദയ്ക്ക് വേറൊരു നിയമം, റംലയ്ക്ക് വേറൊരു നിയമം, പിന്നെ വേറൊരാൾക്ക് വേറൊരു നിയമം, ഒന്നുമില്ല. എല്ലാവർക്കും നിയമം ഒന്നാണ്. നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ വലിയ ഗമയിൽ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ പറയുന്നത് പോലെ റംലയുടെ പേരിൽ കേസ് കൊടുക്കുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അതേ നാണയത്തിൽ തന്നെ റംലയുടെ മകൾക്ക് നിങ്ങളുടെ പേരിലും കേസ് കൊടുക്കാൻ പറ്റും. ആ പെൺകുട്ടിയെ നിങ്ങൾ എന്തോരം അപമാനിച്ചു. ഈ പറയുന്ന റംല നിങ്ങളെ അപമാനിച്ചതിൻ്റെ ഇരട്ടിയാണ് നിങ്ങൾ ആ പെൺകുട്ടിയെ അപമാനിച്ചത്. ഞാൻ ആ ഓഡിയോ ഫുള്ള് കേട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. റംലയുടെ ഓഡിയോയും കേട്ടു, നിങ്ങളുടെ ഓഡിയോയും കേട്ടു. അത് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്, എന്തൊരു മോശം മനുഷ്യരാ നിങ്ങളൊക്കെ വന്ന വഴി എന്താ മറന്നു പോകുന്നത്? ആ പെൺകുട്ടി നിങ്ങളെ എത്രയോ നാൾ സ്നേഹത്തോടെ മാമിന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആ ഒരു പെൺകുട്ടിയാണ്. അല്ലെങ്കിൽ ആ പെൺകുട്ടി എത്ര പിഴയോ ആവട്ടെ, പക്ഷെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയെ നിങ്ങൾ അപമാനിക്കേണ്ട കാര്യമില്ലായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പെൺകുട്ടിയെ നേരിട്ട് വിളിച്ചിട്ട് സംസാരിക്കായിരുന്നു. നിന്റെ ഉമ്മയെ പിടിച്ച് മര്യാദയ്ക്ക് അടക്കി ഒതുക്കി ഇരുത്തടിയെന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നു. അവിടെ ഒന്നും ഒരു തെറ്റില്ല. പക്ഷെ നിങ്ങളിപ്പോൾ ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പിന്നീട് ഈ വീഡിയോയുടെ ഒടുവിൽ ഷാഹിദ പറയുന്നൊരു വാക്കുണ്ട്, അവർ സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ഈ റംലയാണ് എന്നും അതുപോലെ തന്നെ അവർക്കെതിരെ വീഡിയോ ചെയ്ത ഈ യൂട്യൂബേഴ്സ് ആണെന്നും പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം കേട്ടോ. പക്ഷെ ഈ ഒരു വീഡിയോയിൽ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിനുള്ള തെളിവായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാം എഴുതി ക്ലിയറാക്കി വെച്ചിട്ട് അവരുടെ 5 മക്കളെയും കൊന്ന് അവരും ചാവും എന്ന് തന്നെയാണ് പറയുന്നത്. അവർ പറയുന്നത് ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്നതാണ്. അങ്ങനെ പറഞ്ഞാലും എൻ്റെ പൊന്നു ഷാജിദയെ ഞാൻ അങ്ങോട്ടൊന്ന് ചോദിച്ചോട്ടെ, ആത്മഹത്യ എന്ന് പറയുന്നത് തെറ്റാണെന്നറിയില്ലേ നിങ്ങൾക്ക്? അത് ശിക്ഷ കിട്ടുന്ന ഒരു സംഭവമാണ്. ആത്മഹത്യക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ കേസെടുക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. മനസ്സിലായില്ലേ? കേസെടുക്കുന്ന രാജ്യമാണ് നമ്മുടേത്. പക്ഷേ പല സാഹചര്യങ്ങളിലും സൂയിസൈഡിന് ശ്രമിക്കുന്നവർ ചിലപ്പോൾ അവർക്ക് പാർട്ടിയുടെ അടിസ്ഥാനത്തിലായാലും അവരുടെ മണി പവറിൻ്റെ ബലത്തിലായാലും അവർ രക്ഷപ്പെട്ടു പോകുന്നേ ഉള്ളൂ. 5 മക്കളെ കൊന്ന് നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞതിന് നിങ്ങൾ ചെയ്ത തെറ്റെത്രയാണെന്നറിയാമോ? അതിലെന്താ നിങ്ങൾക്ക് ശിക്ഷ കിട്ടില്ലെന്നാണോ? നിങ്ങൾക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷന് വേണേലും നിങ്ങൾക്കെതിരെ സ്വമേധയാൽ കേസെടുക്കാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. അതായത് 1 അല്ല 5 കുഞ്ഞുങ്ങളെ കൊന്നിട്ട് നിങ്ങൾ മരിക്കുന്നാ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കെതിരെ സ്വമേധയാൽ കേസെടുക്കാനുള്ള വകുപ്പുണ്ട് നിങ്ങൾക്കെതിരെ. അതെന്താ നിങ്ങൾ മനസ്സിലാവാത്തത്? നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഷാഹിദ. എന്തെങ്കിലും വളവള സംസാരിക്കരുത് കേട്ടോ. ഞാനിത് പറയുന്നത് ഞാൻ നിങ്ങളുടെ ഒരു സഹോദരിയാണ് പറയുന്നതെന്ന് നിങ്ങൾ കരുതിയാൽ മതി. നിങ്ങളുടെ വായിൽ നിന്ന് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ, നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെങ്കിൽ തീർച്ചയായും അവരിത് ചൂണ്ടിക്കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ നിങ്ങളുടെ പേരിൽ കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ 5 കുഞ്ഞുങ്ങളെയും കൊന്ന് നിങ്ങൾ മരിക്കുന്നതാണ് പറഞ്ഞത്. അതിനുള്ള അതിനുള്ള ഉത്തരവാദി ഈ പറയുന്ന റംലയും
യൂട്യൂബേഴ്സും ഒക്കെ ആണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ചെയ്തത് തെറ്റാണ്. അങ്ങനെ ഒരു ആത്മഹത്യാ ഭീഷണി അല്ല നിങ്ങൾ മുഴക്കിയത്, കൊലപാതക ഭീഷണി കൂടിയാണ്. കാരണം നിങ്ങളുടെ 5 കുഞ്ഞുങ്ങളെയും പൈതങ്ങളെയും കൊന്ന് നിങ്ങൾ ചാവെന്ന് പറയുമ്പോൾ നിങ്ങളൊരു കൊലപാതക ഭീഷണിയും കൂടിയാണ് മുഴക്കിയത്. ഒരു കൊലപാതകമല്ല, 5 കൊലപാതക ഭീഷണി കൂടിയാണ് നിങ്ങൾ ഈ ആത്മഹത്യാ ഭീഷണിയുടെ ഒപ്പം നിങ്ങൾ നടത്തിയിരിക്കുന്നത്. അത് തെറ്റാണെന്നേ ഞാൻ പറയുള്ളൂ. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ തമാശയാണോ, കുട്ടിക്കളിയാണോ? വായിന്ന് വരുന്ന വാക്കുകൾ കുറച്ചെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേടോ സംസാരിക്കുമ്പോൾ. താങ്കൾ 5 കുട്ടികളുടെ ഒരു ഉമ്മയല്ലേ? നിങ്ങൾക്ക് 33 വയസ്സോ 32 വയസ്സോ പ്രായമുണ്ടോ എന്ന് പറയുന്നു. അതൊരു തീരെ ചെറിയ പ്രായമൊന്നുമല്ല. എൻ്റെ അനിയത്തിയുടെ പ്രായം ഏകദേശം, അനിയത്തി നിങ്ങളെക്കാൾ 1-2 വയസ്സ് കൂടി മൂത്തതായിരിക്കും. അത്രയേ ഉള്ളൂ. അതൊരു കുഞ്ഞു പ്രായമൊന്നുമല്ല. മനസ്സിലായില്ലേ? ഒരു കുഞ്ഞു പ്രായമല്ല. ഇനി ഒരു കുഞ്ഞു പ്രായമാണെങ്കിൽ തന്നെ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ഒരു സ്ത്രീക്ക് അതിൻ്റെതായിട്ടുള്ള പക്വത വരും, എത്ര പക്വതയില്ലാത്ത സ്ത്രീയാണെങ്കിലും. അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികളെ വളരെ ചെറുപ്പത്തിലെ വിവാഹം കഴിച്ച് പണ്ട് തൊട്ടേ ആളുകൾ അയക്കുന്നത്. കാരണം അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പക്വത അവർക്ക് വന്നിരിക്കും വിവാഹമൊക്കെ കഴിയുമ്പോഴത്തേക്ക്. നിങ്ങൾ ചെയ്തത് എത്ര വലിയ തെറ്റാണ്. എന്നിട്ട് ഒന്നും ഇതാവാത്ത രീതിയിൽ നിങ്ങളുടെ പേരിൽ ഈ പറയുന്ന റംലയുടെ മകൾക്ക് കേസ് കൊടുക്കാം. സ്വമേധയാ നിങ്ങൾക്കെതിരെ കേസ് ഏറ്റെടുക്കാനുള്ള വകുപ്പുകൾ നിങ്ങളായിട്ട് തന്നെ പറയുന്നുണ്ട്. എന്താ ഇത്? നിങ്ങൾ പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ സ്വയം നാണം കെടാനായിട്ട് നിൽക്കുന്നത്? മിക്ക ആളുകൾക്കും ഇതിപ്പോൾ ഒരു ഇതൊക്കെയായിട്ട് വന്നിരിക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ സോഷ്യൽ മീഡിയയിലോട്ട് വരും, എന്നിട്ട് അവിടെ ഇരുന്ന് അഘോരം പ്രസംഗിക്കും. കുടുംബക്കാരെ ആണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി എറിയുകയും ചെളിവാരി തേക്കുകയൊക്കെ ചെയ്യും. എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ ഇത്ര അധപ്പതിച്ച് തരം താഴുന്നത്? എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളൊന്നുമില്ല. എൻ്റെ കുടുംബത്തും ഉണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. എന്ന് കരുതിയിട്ട് ഞാനത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുമ്പോഴത്തേക്ക് അതിനെന്തെങ്കിലും പരിഹാരം കാണാൻ അത് കണ്ടോണ്ടിരിക്കുന്ന ആർക്കുണ്ടെങ്കിലും പറ്റുമോ? ആർക്കും പറ്റില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ലൈക്ക് തരും, അല്ലെങ്കിൽ ഞങ്ങൾ കട്ട സപ്പോർട്ട് എന്ന് പറയും. ഈ കട്ട സപ്പോർട്ട് എന്ന് പറയുമ്പോഴും എന്ത് സപ്പോർട്ടാണ് നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്നത്? എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വന്നിട്ട് പറയും, ചേച്ചി ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ, ഞങ്ങൾ കട്ട സപ്പോർട്ടുണ്ട് എന്ന് പറയും. അത് ആ വാക്കുകളിൽ മാത്രമേ ഉണ്ടാവൂ. ഏത് തരത്തിലാണ് അവർ കട്ട സപ്പോർട്ട് നമുക്ക് ചെയ്യുക? നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമുക്കെതിരെ ജാഥയ്ക്കിറങ്ങാൻ അവർ തയ്യാറാവോ? നമ്മളെ പിടിച്ചുകൊണ്ടുപോയി ജയിലിൽ അടച്ചു എന്ന് വെച്ചോ, അകാരണമായിട്ടോ കാരണമായിട്ടോ എന്തോ ആവട്ടെ, ഇവർ നമുക്കെതിരെ നിരാഹാര സമരം കിടക്കുമോ? ഇവർ ജയിലിൽ നമ്മൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ധരണ നടത്തുമോ? എന്തെങ്കിലും ഒന്ന് ചെയ്യുമോ? ഒന്നും ചെയ്യില്ല. ഈ കമന്റ് ബോക്സിൽ വന്നിട്ടുള്ള സപ്പോർട്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വെറുതെ ആവശ്യമില്ലാതെ എന്തിനാണ് നിങ്ങൾ പലടെ കുത്തി നാട്ടിക്കാനായിട്ട് ഇരിക്കുന്നത്? നിങ്ങൾ എല്ലാവരും ഒട്ടും ശരിയല്ല കേട്ടോ ഇതൊന്നും. നിങ്ങൾക്ക് പിന്നീട് യൂട്യൂബേഴ്സിനോടൊക്കെ ഭയങ്കര പുച്ഛവും അവജ്ഞയും എല്ലാം ആണ്. എന്തിനാണിത്? ഒന്നുമല്ലാതിരുന്ന ഷാജിദയെ മറ്റ് 10 പേര് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബർമാർ വിചാരിച്ചത് കൊണ്ട് തന്നെയാണ്, അല്ലാതെ നിങ്ങൾക്കൊരു പ്രത്യേക ഗുണഗണങ്ങളൊന്നുമില്ല. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി തന്നെയാണ്. അവരുടെ അവരുടെ 21 വയസ്സ് തികച്ചില്ല, 20ഓ 21-ാമത്തെയോ വയസ്സിൽ ഭർത്താവ് മരിച്ചു പോയതാണ്. പുള്ളിക്കാരൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ വെള്ളമടിയും ബുദ്ധിമുട്ടും ഒക്കെ തന്നെയായിരുന്നു ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത്. പക്ഷേ 3 കുട്ടികളുണ്ട്, ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടിയുണ്ട്. അയാൾ മരിച്ചിട്ട് അവൾക്ക് ഇപ്പോൾ പ്രായം എനിക്ക് തോന്നുന്നു 35ഓ 36ഓ വയസ്സുണ്ട് ഇപ്പോൾ പ്രായം. എൻ്റെ അനിയത്തിയുടെ പ്രായമാണ് അവൾക്ക്. അപ്പോൾ ഇപ്പോൾ അത്രയും പ്രായം അവൾക്കുണ്ട്. അവളുടെ അത്രയും ചെറിയ പ്രായത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട പെൺകുട്ടിയാണ്. അവൾ ആ മക്കളെ വളർത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവൾ കഷ്ടപ്പെട്ട് പശുവിനെ വളർത്തിയും പാവം പോകുന്ന കാണുമ്പോൾ തന്നെ ഒരു മുതുക്ക് ചാക്ക് കെട്ടും കൊണ്ട് അത് പോവും. ആ കൊച്ചു പെണ്ണ് പോയിട്ട് പോച്ചയെ കറുത്ത് ആ തലയിൽ വെച്ച് ആ തേരി കയറി വന്നിട്ട് ആണ് അവളുടെ വീട്ടിൽ പോണത്. നമ്മുടെ വീട്ടിലേക്കാളും ഒരുപാട് ദൂരമുണ്ട് അവളുടെ വീട്ടിൽ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ നമ്മൾ പരിചയക്കാർ മാത്രമല്ല അയൽക്കാരാണ്. തൊട്ടയലല്ലെങ്കിൽ പോലും നമുക്ക് അറിയാവുന്നവരാണ്. നടന്നു പോകത്തൊക്കെ ദൂരേ ഉള്ളൂ. ഞാൻ എന്തായാലും ഒരു ചാനലിൽ വന്നിട്ട് ആ പെണ്ണിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ഈ 3 കുട്ടികളെയും ഇപ്പോഴും അതാണ് നോക്കുന്നത്, പശുവിനെ കറക്കുന്നത് അതാണ്. രാവിലെ എണീച്ച് താൻ ഇന്നാൾ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, താൻ ഭയങ്കര സംഭവമായിട്ടാണ് മക്കളെ നോക്കുന്നത്, ഇതുപോലെ കുട്ടികളെ വളർത്തുന്നവരുണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഉണ്ട് കൊച്ചേ, ഒരുപാട് പേരുണ്ട്. നീ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൊട്ടക്കിണറ്റിൽ കിടന്ന് തപ്പുന്ന തവളക്കുഞ്ഞിനെ പോലെയാണ്. കാരണം ആ കിണറിനകത്ത് കിടക്കുമ്പോൾ വിചാരിക്കുന്നത് ഞാനാണ് രാജാവ്
ഇതാണ് ഈ ലോകം മുഴുവൻ. ഈ ലോകം എന്ന് പറയുന്നത് ഈ പൊട്ടക്കിണറാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരാളാണ് താൻ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അതൊന്നും അല്ല, അതിനപ്പുറത്തോട്ടുണ്ട്. ഈ പറയുന്ന പെൺകുട്ടി രാവിലെ എണീച്ചുകൊണ്ട് പോയി പശുവിന് ഒരു കുന്ന് പോച്ചയും കൊണ്ട് വരും. അത് കഴുകി വാരി അതിന് വെച്ച് കൊടുക്കും. പിന്നെ ഒരു 101 ആടുകളുണ്ട്, കുറേ ആടുകളുണ്ട്, കറക്കുന്നതും കറക്കാത്തതും കിടാത്തനും ഒക്കെ ആയിട്ട്. പിന്നെ അതിന് തോലടിക്കാൻ കണ്ട കാട്ടിൻ്റെ ഇടയിൽ എത്രയും കയറിപ്പോയി തോലൊടിച്ചുകൊണ്ട് വരും. ഇതിനെ കുളിപ്പിപ്പും കഴിവെക്കും. പിന്നെ ഈ 3 കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കി അതിന് വേറെ പ്രത്യേകിച്ച് വരുമാനമോ കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ തൊഴിലുറപ്പുള്ള ദിവസമാണെങ്കിൽ തൊഴിലുറപ്പിനും പോകും. ഈ തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ ഈ പെങ്കൊച്ച് എന്താണ് ചെയ്യുന്നത്? അവിടെ എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അത് റെസ്റ്റ് എടുക്കത്തില്ല, അത് പോയി പോച്ച പറിക്കും, അല്ലെങ്കിൽ അത് പോയി തോലൊടിക്കും. എന്നിട്ട് 10 മണിക്കും 1 മണിക്കും ഒക്കെ പോകുന്ന സമയമുണ്ടല്ലോ, ആ പോകുന്ന സമയത്ത് ഈ ഒടിച്ച സാധനവും തലയിൽ വെച്ചുകൊണ്ടാണ് പാവ അത് പോകുന്നത്. നല്ലൊരു സുന്ദരി പെങ്കൊച്ച, തന്നെക്കാളും സുന്ദരിയാണ് കാണാൻ. താനൊക്കെ ഫിൽറ്ററൊക്കെ അടിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്, പക്ഷെ അതുപോലൊന്നുമല്ല, നല്ല വെളുവിളാന്ന് പറഞ്ഞ് നല്ല സുന്ദരി പെങ്കൊച്ചാണ്, കതിര് പോലെ. കണ്ടാലുണ്ടല്ലോ ആ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അവളുടെ മക്കളുടെ, ഇപ്പോൾ അവളുടെ മക്കൾ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് മൂത്ത കുട്ടി, പിന്നെ 3 കുട്ടികൾ അതിൽ താഴെയുള്ള കുട്ടികളാണ്. നമ്മൾ കണ്ടു കഴിയുകയാണെങ്കിൽ പിന്നെ സഹോദരങ്ങളാണ് ഇവരെല്ലാവരും എന്നേ തോന്നത്തുള്ളൂ, മൂത്ത താത്തിയാണെന്നേ തോന്നത്തുള്ളൂ ഇവളെ കണ്ടു കഴിഞ്ഞാൽ. അത് കല്യാണം കഴിച്ചിട്ടില്ല, ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല. അതിൻ്റെ ലൈഫിൽ അതിൻ്റെ ഭർത്താവിനെ കൊണ്ട് അത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ട്. പിന്നീട് അയാൾ ഗൾഫിലൊക്കെ പോയിട്ട് അവിടെ വെച്ച് മരിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്, അറ്റാക്കോ മറ്റോ ആയിരുന്നു. എന്നിട്ട് പോലും അവൾ ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല, ആ മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. അവളുടെ ലൈഫിൽ ഒരു വിവാഹത്തെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്നാണ് പറയുന്നത്. കാരണം രണ്ടാമത് വരുന്ന ഒരാൾക്ക് ഒരുപക്ഷെ തൻ്റെ മക്കളെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം എന്താവും എന്നാണ് അവൾ പറയുന്നത്. ഞാൻ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും, അപ്പോഴൊക്കെ അവൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് അവൾക്ക് താല്പര്യമില്ല. പിന്നെ പള്ളിയിൽ നിന്നൊക്കെ ആളുകളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്താലായി, അങ്ങനെയൊക്കെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ താൻ മാത്രമല്ല ഇങ്ങനെ ഉള്ളത്. ഇപ്പം താൻ എന്തായാലും തൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞല്ലോ. താൻ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ കണ്ടതാണ് ഒരു വീഡിയോയിൽ താൻ പറയുന്നത് 5 യത്തീമായ കുട്ടികളെ താൻ വളർത്തുന്നു എന്ന്. അതെന്തൊരു വർത്താനോട് താൻ ഈ പറഞ്ഞത്? ഉമ്മയായ താൻ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ കുട്ടികൾ എങ്ങനെയാണ് യത്തീമാവുന്നത്? യത്തീം എന്ന് വെച്ചാൽ അനാഥ കുട്ടികൾ എന്നല്ലേ ആ വാക്കിൻ്റെ അർത്ഥം. അച്ഛൻ മരിച്ചു എന്ന് കരുതിയിട്ട് കുട്ടികൾ ഒരിക്കലും അനാഥരാവില്ല, അമ്മ ജീവിച്ചിരിപ്പുണ്ട്, അമ്മ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ എന്താണ് ആ വാക്കിൻ്റെ പ്രസക്തി? താൻ അർത്ഥം പോലും ചിന്തിക്കാതെ വായി തോന്നുന്നത് പറയുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്തായിപ്പോയി. ഇനി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. പക്ഷേ ഈ ഒരു വീഡിയോ ഒരുപാടായിപ്പോയി. അപ്പോൾ എന്തായാലും ലെന്ത് കയറി വന്നതിൽ എന്നോട് ക്ഷമിക്കുക. പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അങ്ങനെ ആയിപ്പോയി. ചില രാഷ്ട്രീയക്കാരുണ്ടല്ലോ, മൈക്ക് കിട്ടിക്കഴിയുമ്പോൾ വളവളാന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, അവർ നോൺ സ്റ്റോപ്പ് ഇല്ലാതെ പറഞ്ഞുകൊണ്ട് പോകും. അതുപോലെയാണ് എൻ്റെ അവസ്ഥയും. തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടച്ചു വെക്കില്ല വാ, അതാണ് ഒരു കുഴപ്പമെന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.